ഇവിടെ ഈ മത്സരത്തിൽ പങ്കെടുത്തതിന് കാരണക്കാരി നീയാണെന്നോ? നീ വലിയ ഹീറോയിനെ പോലെ ഉണ്ടെന്നും അവരുടെ അടുത്ത ആർട്ട് ഫിലിമിൽ നീ അഭിനയിച്ചാൽ ലക്ഷങ്ങൾ തരാമെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ നിനക്ക്? നന്ദനെ ഇഷ്ടപ്പെട്ടോന്നാ? ഇതാണ് പറ്റിയ സമയം. ഈ അവസരം മുതലാക്കി രക്ഷപ്പെട്ടു. ഇതൊരു ജീവൻ മരണ പോരാട്ട. എന്റെ അമ്മ തോൽക്കാതിരിക്കാൻ കൂടെ പിറന്നവനെ കൊന്നിട്ട് ജയിലിൽ പോവാനും ഞാൻ തയ്യാറാണ്. You know, I'm in love. I can feel the everlasting magic of love in every moment. What? You know, I'm in love. I can feel the everlasting magic of love in every moment. What? അരവിന്ദ്, ഇത് നീ തന്നെ സൂക്ഷിച്ചു വെക്കണം. ആമേ, താങ്ക് യു. ആന്റി, ഞാനും കൂടി അങ്ങോട്ട്. പിന്നെന്താ, ക്യാരി ഓൺ. ലക്ഷണം കണ്ടിട്ട് അവൾ അവനൊരു രഹസ്യ ഗിഫ്റ്റ് ഓഫർ ചെയ്യുന്ന മട്ടുണ്ടല്ലോ. എന്താ അവളുടെ ബാഗില്? അതൊരു സീക്രട്ടാ, പറയാൻ പറ്റില്ല. ഓ, ഇരിക്കും. ഹലോ, ആ കല്യാണി കുറച്ച് തണുത്ത വെള്ളം വേണം. ആ ശരി, ഇപ്പൊ കൊണ്ടുവരാം. അരവിന്ദ്, are you happy now? ആ, ഹാപ്പിയാണ്. താങ്ക്സ്. എന്തിന്? Come on man, ഇനി നമ്മൾ തമ്മിൽ താങ്ക്സും നോ മെൻഷനും ഇല്ല. We are going to travel together up to the end of our life. ഒരു കാര്യം തുറന്ന് സമ്മതിക്കുന്നതിൽ എനിക്കിപ്പോ ഒരു ഡെലിക്കസി ഇല്ല. You know something? എനിക്ക് എപ്പോഴും അരവിന്ദനെ കാണണമെന്നൊരു തോന്നലായിപ്പോ. ആദ്യമൊക്കെ എന്റെ രീതികൾക്കനുസരിച്ച് അരവിന്ദ് മാറണമെന്നായിരുന്നു എന്റെ ദുർവാശി. ഇപ്പോ എല്ലാം മാറി. എനിക്ക് അരവിന്ദന്റെ ഇഷ്ടത്തിനനുസരിച്ച് നല്ലൊരു പെണ്ണാവാനാ എന്റെ ഇഷ്ടം. ഇനി നമ്മുടെ നിശ്ചയത്തിന് കുറച്ചു നാളെ ബാക്കിയുള്ളൂ. പക്ഷെ അതുവരെയുള്ള കാത്തിരിപ്പ് തന്നെ എനിക്ക് വലിയ പ്രയാസമായിപ്പോ. You know, I'm in love. I can feel the everlasting magic of love in every moment. I love you, Arvind. And I love you so much. Thanks. നിന്റെ നിശ്ചയം മുടക്കാനുള്ള പ്ലാനിംഗ് ഒക്കെ എപ്പോഴേ ചെയ്തു കഴിഞ്ഞതാ. അതിനായിട്ടേ പുതിയൊരു കഥാപാത്രത്തെയും ഞാൻ ഇറക്കിയിട്ടുണ്ട്.
ഒരുറക്കൊക്കെ ഉറങ്ങിക്കഴിഞ്ഞ് എണീക്കുമ്പോ എല്ലാം മാറും. വരാനുള്ളത് ഓട്ടോ വിളിച്ച് വീട്ടിൽ വന്നിരിക്കും. ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നമ്മൾ ആരെങ്കിലും കരുതിയതാണോ? ആണോ ആശാൻ? സ്നേഹം കിട്ടാൻ വേണ്ടി ഒരു സ്മാരകം തന്നെ പണിതുയർത്തിയില്ലേ രാജ്ഭവൻ. രാജ്ഭവനോ? അതെ, പ്രേമത്തിന്റെ ഏറ്റവും വലിയ സ്മാരകം അതല്ലേ താജ്മഹലേ. നമ്മുടെ മുരളിയില്ലേ, അവന് ശ്വേത എന്ന് പറഞ്ഞൊരു മുറപ്പെണ്ണോ മറ്റോ ഉണ്ടോ? അവരുടെ കല്യാണം തീരുമാനിച്ചെന്ന് ആളുകൾ കാര്യമായിട്ട് പറയുന്നുണ്ടല്ലോ. ശ്വേത ചേച്ചി മുരളിയേട്ടന്റെ ജീവൻ രക്ഷിച്ചുകൊണ്ട് ചേച്ചി കല്യാണം കഴിക്കാൻ പോവാണോ? മീര ടീച്ചർ വന്നു. അർജുൻ മാമ, മീര ടീച്ചർ വന്നു. ഇവിടെ എത്തി. ഇതിന് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് അങ്ങോട്ട് വെക്കണം. എന്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, കട്ടുമിട്ടു ഞാൻ കാത്തുവെച്ചൊരിൻ മുല്ല മുട്ടിലൂറും. 13, 14, 15, 16, 17, 19, 20. എക്സ്ക്യൂസ് മീ, സാറിന്റെ പേര് പറഞ്ഞില്ല. സാഗർ ഏലിയാസ് ജാക്കി. നമുക്ക് ഇഷ്ടംപോലെ പശു, ആട്, പോത്ത്, കോഴി, താറാവ് ഒക്കെ വീട്ടിലുണ്ട്. എല്ലാ ദിവസവും മൃഗങ്ങൾ നോക്കും. ഒരു ദിവസം പോലും അതിങ്ങനെ പിണങ്ങി മാറിയിരിക്കുകയില്ല. അങ്ങനെയുള്ള അമ്മ ഒരു ദിവസം ഇവിടെ വന്ന് മക്കളെ കാണുന്നതിന് എന്താ കുഴപ്പം? എന്നും പോത്ത്, പട്ടി, പശു ഈ വക സാധനങ്ങളെ കണ്ടുപടുത്ത അമ്മയ്ക്ക് ഇടയ്ക്ക് കണ്ടാമൃഗത്തെ കാണണമെന്ന് ആഗ്രഹം തോന്നില്ലേ? ഒരുറക്കൊക്കെ ഉറങ്ങിക്കഴിഞ്ഞ് എണീക്കുമ്പോ എല്ലാം മാറും. വരാനുള്ളത് ഓട്ടോ വിളിച്ച് വീട്ടിൽ വന്നിരിക്കും. ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നമ്മൾ ആരെങ്കിലും കരുതിയതാണോ? ആണോ ആശാൻ? സ്നേഹം കിട്ടാൻ വേണ്ടി ഒരു സ്മാരകം തന്നെ പണിതുയർത്തിയില്ലേ രാജ്ഭവൻ. രാജ്ഭവനോ? അതെ, പ്രേമത്തിന്റെ ഏറ്റവും വലിയ സ്മാരകം അതല്ലേ താജ്മഹലേ. നമ്മുടെ മുരളിയില്ലേ, അവന് ശ്വേത എന്ന് പറഞ്ഞൊരു മുറപ്പെണ്ണോ മറ്റോ ഉണ്ടോ? അവരുടെ കല്യാണം തീരുമാനിച്ചെന്ന് ആളുകൾ കാര്യമായിട്ട് പറയുന്നുണ്ടല്ലോ. ശ്വേത ചേച്ചി മുരളിയേട്ടന്റെ ജീവൻ രക്ഷിച്ചുകൊണ്ട് ചേച്ചി കല്യാണം കഴിക്കാൻ പോവാണോ? മീര ടീച്ചർ വന്നു. അർജുൻ മാമ, മീര ടീച്ചർ വന്നു. ഇവിടെ എത്തി. ഇതിന് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് അങ്ങോട്ട് വെക്കണം. എന്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, കട്ടുമിട്ടു ഞാൻ കാത്തുവെച്ചൊരിൻ മുല്ല മുട്ടിലൂറും. 13, 14, 15, 16, 17, 19, 20.